ഹലോ, ശ്രദ്ധിക്കുക. സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് സ്ഥാനയിൽ ചേർന്ന് പോകുന്ന ഓസിമൈൻ ടീം വളരെ കഷ്ടപ്പെട്ട് അവതരിക്കുന്ന ചെറിയ സ്കിറ്റ് വർഗീസും ഏലിക്കുട്ടിയും. ഈ സ്കിറ്റിലുള്ള കഥാപാത്രങ്ങൾ തികച്ചും യാഥാർത്ഥ്യം അല്ല. അവർ നിങ്ങൾ എവിടെയോ കണ്ടു മറന്ന കഥാപാത്രങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്നത് വർഗീസ് അച്ചായനും ഏലിക്കുട്ടി അമ്മാമ്മയുടെ ഒരു ചെറിയ കുടുംബമാണ്. അച്ചായൻ ഒരു റിട്ടയർഡ് മിലിറ്ററി ജവാൻ, ഒരു ചായപ്രിയൻ. അമ്മയോ ഒരു സാധാ വീട്ടമ്മ, പുതിയ ജനറേഷനുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുന്നു. അവരുടെ 3 മക്കൾ: ജീന ഒരു ദൈവവിശ്വാസി, ജിതിൻ ഒരു ജിമ്മൻ പയ്യൻ, നിബിൻ ഒരു സെൽഫികുമാരൻ. വരും, നമുക്ക് അവരുടെ കുടുംബ വിശേഷങ്ങൾ അറിയാം. അടുത്ത മണിയോടെ നമ്മുടെ സ്കിറ്റ് ആരംഭിക്കാൻ പോകും. മൊബൈലിൽ കൂടെ കാണല്ലോ അത് നിനക്ക് പള്ളിയിൽ തന്നെ പോണമെന്നുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ പള്ളിയിൽ. അതിനോടൊരു വിചാരം അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാത്രി ആണുങ്ങൾക്ക് ആദ്യം ചായ ഉണ്ടാക്കിയാലെന്താ? പല കുഴപ്പമുണ്ടോ? പിന്നെ അതിന് വേണം ഒരു ഭാഗ്യം. പിള്ളേരെ വാ, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഞായറാഴ്ചയാ പ്രാർത്ഥിച്ചിട്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ വാടി ഇപ്പൊ നോക്കിയാലും ഒരു മൊബൈലുണ്ട് കയ്യിൽ, അതില്ല. പിന്നെ രാവിലെ എക്സസൈസ് ചെയ്യുന്നത് സങ്കീർത്തനം മതി, അതാവുമ്പോ പാട്ടും പ്രാർത്ഥന എല്ലാം ഒരുമിച്ച്. യോ എന്റെ ഇവിടെ നടന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അവനെ നടന്നു, വെള്ളത്തിനരികിൽ. യോ എന്തിനു വെള്ളം പറഞ്ഞു? ചായക്ക് വേണ്ടി ഇപ്പൊ വെള്ളം വെച്ചു മാത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പൊ വരാതെ. എനിക്ക് വിശക്കുന്നു, അമ്മ എന്തെങ്കിലും തരണമേ. ഞാൻ വിചാരിച്ച ഞാൻ ബോർഡില് ഹലോ ഷീജ, എടി എത്ര നാളായി ഇതിന്റെ സ്വരം കേട്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്കൊന്ന് സ്കൈപ്പ് ചെയ്തോടെ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ടല്ലോ. ഓ, ഞങ്ങളൊക്കെ സാധാ നാട്ടും പുറത്തെ ആൾക്കാര്, ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലടി. ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെ കുട്ടി. ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഇളയ മോളോട് പറഞ്ഞു, അവള് നിന്നെ കണ്ടില്ലേ? നിനക്ക് ഷീജ അറിയില്ല, എന്റെ യുഎസിലുണ്ടായിരുന്നു.
ഇപ്പൊ എന്നെ വിളിച്ചിരുന്നേ. അപ്പൊ അവള് പറയുവാ, നമുക്ക് എത്ര നാളായി ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്, നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്ന അതിനെന്തെങ്കിലും കയ്പോ പുളിയോ ഏതാണ്ടൊക്കെ അവർ പറഞ്ഞു. മനസ്സിലായി. അതൊരു വീഡിയോ കോൾ ആപ്ലിക്കേഷൻ ആണ്. അതിന് പിന്നെ അത് മേടിക്കാൻ പോണോ? മേടിക്കണ്ട, ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കാം. ഒരു ഇതുവരെ #helping mom. എടി ഷീജെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ ഒന്ന് ക്ഷീണിച്ചല്ലോടി. ക്ഷീണമൊന്നുമില്ലേ? ഞാൻ ഡയറ്റിംഗ് പ്രായമായത് നമ്മൾ ഫിഗറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അത് കളഞ്ഞു. നീ അവരുടെ വിശേഷമൊക്കെ പറ. ഇവിടെ എന്തായിരുന്നു ഉണക്കമീൻ കപ്പ, അല്ലാതെ ഒരു വിശേഷം ഇല്ലടി. ഉണക്കമീൻ കപ്പേ കേട്ടിട്ട് കൊതി വരുന്നു. ആ അതൊക്കെ പോട്ടെ, നിന്റെ രണ്ട് മക്കൾ അവരെന്താ ചെയ്യുന്നടി? ഒന്നും പറയണ്ടേ. മൂത്ത മോൻ ഇവിടെ ഒരു മദാമയായിട്ട് ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. ഇളയ മോൾ ഡേറ്റിംഗ് ഒക്കെ ചെയ്തിങ്ങനെ നടക്കുന്നു. എനിക്ക് കണ്ട് 3 മക്കൾ, ഒരു കാശിന് കൊള്ളത്തില്ല. എടി എലിക്കുട്ടിയേ, ഒന്ന് ചായ കാടി. എത്ര നേരമായി ഒന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെ തുടങ്ങിയാണ് പിന്നെ ചായ. എടി ഞാൻ വെക്കാം കേട്ടോ, ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ, നല്ല സമാധാനമുള്ളൂ. എത്ര നേരമായി തൊണ്ടൊന്ന് ഉണങ്ങി. ചവക്കി 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 ചായ. ഓ, ഇതെന്ത് വിളിയാ? വർഗീസ് അച്ചായ എന്ന് വിളി, ഇല്ലെങ്കിൽ അച്ചായ എന്ന് മാത്രം വിളിച്ചാൽ മതി. ഈ ചായ വിളി ചായ സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ അങ്ങനെ ഞാനെന്തിനെ വിളിക്കാവോ? ഈ ചെന്ന് സ്റ്റേയോ ഹണിയോ പിന്നെ എന്തുവാ? ഓ ചായക്ക് വിടാതെ പ്രായം കഴിഞ്ഞല്ല. ഓ, വലിയ ആള് വിളിക്കാൻ. ഓ, അത് ഞാൻ നിന്നെ ഒരു കാര്യം ചെയ്യാൻ വിളിക്കാം. നിന്നെ ഏന്ന് വിളിക്കാം, മതിയോ? ആ ആ ഷീജ ഇതിന്റെ കൂട്ടുകാരി, ആ അവള് പറയുവാ അവിടെ 2 മക്കള് ഏതാണ്ട് ലിവറോ റിലേഷൻ, എനിക്കൊന്നും മനസ്സിലായില്ല. കേട്ടിട്ട് നല്ല രസമുള്ള സംഭവം വെച്ചാൽ നമുക്ക് നമ്മുടെ പിള്ളേരോട് പറയാ പ്ലീസ് അച്ചായ. ലിവിംഗ് റിലേഷൻഷിപ്പ് എന്താണെന്നറിയാമോ? ആണും പെണ്ണും കല്യാണത്തിന് മുമ്പ് ഒന്നിച്ച് താമസിക്കണം. അവിടെ നിങ്ങൾക്ക് ലിവിംഗ് റിലേഷൻഷിപ്പ് വേണം. നമ്മുടെ പിള്ളേരെ കൊണ്ട് പോയി ഇവിടെ വിചാരം അവിടെ എല്ലാം അറിയാവുന്ന. അതെ, എനിക്ക് വാട്സപ്പിൽ ഒരു ഫേസ്ബുക്ക് മീറ്റപ്പ് ഉണ്ട്. ഞാനൊന്ന് പോയിക്കോട്ടെ. രാത്രി 10 മണിക്കാണ്. ഞാൻ 12 മണിക്ക് തിരിച്ചുതരാം. മീറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പനോട് ഞാനേ എനിക്കൊരു മീറ്റപ്പ് ഉണ്ട്. രാത്രി 10 മണിക്ക് 12 മണിക്ക് തിരിച്ചുതരാം. ഒന്ന് പോയിക്കോട്ടെ പ്ലീസ്. വേണ്ട, നീ എന്നെ പോയി അതിന്റെ വീട്ടിൽ വിടുന്നില്ല. അച്ഛാ, ഒരു അത്യാവശ്യമായിട്ട് 2000 രൂപ തരാമോ? എവിടാണ്? എവിടെ പോവാടാ? അച്ഛാ, എനിക്ക് എന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു അത്യാവശ്യം ഒരു പ്രേതപ്പടം കാണാൻ പോകണം. നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അയ്യോ, പിന്നെ ഇതൊരു സഹായം. പ്ലീസ് അച്ഛാ, പ്ലീസ് പെട്ടെന്ന് ഞാൻ വാങ്ങിക്കോട്ടെ. ഓ ഇല്ല, ഞാൻ വരുന്ന വഴിയില് ഒരു പരിപ്പട വാങ്ങിച്ചോളാം. അമ്മ കേട്ടോ. എനിക്ക് പണം നടത്തില്ലേ? ഓ, വാങ്ങിച്ചോളാം. ഞാൻ നോക്കാവേ. ശരി. എന്തോ ആ പോയ ചേട്ടന് ആ ചേട്ടന് രാത്രി പോണം. ആ എനിക്കും രാത്രി പോണം. ചേട്ടനെ വിട്ടു എന്നെ എന്താ പറഞ്ഞേ? അവൻ ആണ്, നീ പെൺ. ഓ, അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആട് വേണമെങ്കിലും കെട്ടിയോട്ടെ കൂടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വയ്ക്കും കേട്ടോ. അത് സിനിമയ്ക്ക് വേണ്ടി വയ്ക്കോ, ഇല്ലെങ്കിൽ നൈറ്റ് ഔട്ടോ ഡിന്നർ പാർട്ടിയോ കെട്ടിയോന്റെ കൂടെ മാത്രം പോയാൽ മതി. ഇപ്പം നീ കൂടി പോ. എപ്പോഴാ അച്ഛൻ്റെ കല്യാണം? ആ മുട്ടയിൽ വീഴില്ല. അവക്ക് കല്യാണം പോയി കേട്ടോ. ഓ കേട്ടോ? എടി എലിക്കുട്ടി, ഒന്ന് നോക്കടി ആരാണ്. ഓ, നമ്മുടെ ബ്രോക്കർ. അല്ല, എന്തൊക്കെ വിശേഷം മാമേ? ഇങ്ങനെയൊക്കെ പോകുന്നു. നീ വല്ലതും കേസുണ്ടോടി? കേസോ?
കേസോ? കേസൊക്കെ ഒത്തിരി ഉണ്ടല്ലോ നമ്മുടെ കയ്യില്. പിന്നെ ഞങ്ങളെ കോവിഡ് കേസ് ഇരിക്കുന്നു, തുറന്നില്ല. അമ്മേ, കോവിഡ് കേസല്ല, കല്യാണ കേസ്. ഓ, ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ. എന്തായാലും ഈ കൊണ്ടുവരുന്ന ചേർത്ത് നല്ല പൂവങ്കോഴി കോഴിയോ? അല്ലല്ല, പൂവമ്പഴം പോലത്തെ ചേർത്ത് നിൽക്കണം കേട്ടോ. ആഗ്രഹം കൊള്ളാം. നിനക്ക് ഞങ്ങൾ 3 പിള്ളേരുടെ കാര്യം അറിയാമല്ലോ. പറഞ്ഞു കൊടുക്കടി ഒന്ന്. എന്റെ ബുദ്ധി, എന്റെ സൗന്ദര്യം, പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ സൽസ്വഭാവം ഞങ്ങളുടെ മൂലമുള്ളവരെ കിട്ടിയിട്ടുണ്ട് കേട്ടല്ലോ. അതനുസരിച്ച് അമ്മയുടെ കുടുംബത്തിൽ വേണം ആളുകളെ കൊണ്ടുവരാൻ. അമ്മാമ്മ എന്റെ കയ്യിൽ പല പല റേഞ്ചിന്റെ കല്യാണാലോചനയുണ്ട്. എടി, നീ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നീ എന്നെ ഒന്ന് മൊബൈലൊന്ന് ഫോർവേഡ് ചെയ്യോടി. ഫോർവേഡ് ചെയ്യാം. നീ ആ സമയം ഒരു ചായ എടുക്കടി. ഗ്യാപ്പ് കിട്ടിയ ഇങ്ങനെ ഒരു ചായ. അങ്ങനെയെങ്കിലും ഒരു ചായ തരുമോ? ചായ വേണ്ട, ഞാൻ അറിയാം. ശരി, അപ്പൊ ഞാൻ അറിയാം. കൊടുക്കണോ? ഞാൻ അറിയാം. അയ്യോ വേണ്ട, ഞാൻ സന്തോഷം തന്നല്ലേ, ഞാൻ കൊട്ടിക്കോളാം. ശരി, പോയി കോട്ടയം അയച്ചിട്ടുണ്ട് കേട്ടോ. ആ ശരി. എടി ജീവ, നീ വന്നോടി പള്ളിന്ന്? എടി ഒത്തിരി പേരുണ്ടായിരുന്നോടി പള്ളിയില്? പള്ളിയല്ലേ അച്ഛൻ പറഞ്ഞു, ഇനി എല്ലാവർക്കും പള്ളി വരാണ്. മാസ്ക് ഇട്ടും അകലെ പാലിച്ച് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഓ, നീ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? ഇന്ന് ഇഡലി ചമ്മന്തിയായിരുന്നു മച്ചി. ഇവിടെ ഒന്ന് മിസ്. എടി, നിനക്ക് കല്യാണാലോചന വന്നിട്ടുണ്ടെടി. ഞാൻ നിന്നെ കാണിക്കട്ടെ. എവിടെ നാപ്പച്ച? ഓ, ഞാൻ പറയാം. എല്ലാ പിള്ളേരും വിളിച്ചേ. മക്കളെ, ഇതിനെനിക്ക് വന്നേ. നിനക്ക് ഈ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു? ഓ, അതല്ല എന്റെ അപ്പച്ചന്റെ അമ്മച്ചന്റെ ഇഷ്ടം പോലെ. ഇതിലൊരു ലുക്കില്ല. നീയോ എന്തുവാ? ഒരു പരിഷ്കാരി ലുക്കില്ലെന്നാ പറഞ്ഞേ. ഉള്ള പരിഷ്കാരമൊക്കെ മതി, കൂടുതൽ പരിഷ്കാരമായാലും കുഴപ്പമാ. ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ പള്ളിയുടെ അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കാം ഈ ചെറുക്കന്റെ കാര്യം. ശരി അപ്പച്ച? ശരി. നീ എനിക്ക് ആ മൊബൈൽ ഒന്ന് തരാമോ? ആ ശരി. ഹലോ വർഗീസ് അച്ഛാ. ഹലോ അച്ഛാ. ഹലോ, പറയാ അച്ഛാ. കുറെ നാളായല്ലോ പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട്. എവിടെയായിരുന്നു? അച്ഛാ, അതെന്തോ പറയാനാ, പ്രായമൊക്കെ ആയില്ല അച്ഛാ. അതുകൊണ്ട് കലോണ്ട പേടി അച്ഛാ, അതുകൊണ്ടല്ലേ. അതൊന്നും പേടിക്കണ്ട അച്ഛാ. ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ കുറഞ്ഞു. പള്ളിയിലൊക്കെ വന്ന് നമുക്ക് തുടങ്ങാം. അകലം പാലിച്ചാൽ മാത്രം മതി. അച്ഛൻ പള്ളിയിലൊക്കെ ഒന്ന് വാ. ആ ശരി ശരി അച്ഛാ. അച്ഛൻ ഞാൻ വിളിച്ചത്, അത് എൻ്റെ പെണ്ണിന് ഒരു ആലോചന വന്നിട്ടുണ്ട്. കുടുംബത്തിന്റെ പേര് കുട്ടിയിൽ നിന്നാണെന്ന്, ചെറുക്കന്റെ പേര് അൽവിനാണെന്ന്. അച്ഛന് ഇത് അറിയാമോ അച്ഛാ ആ കുടുംബത്തിന്റെ കാര്യം? ഞാൻ അറിയുന്ന കുടുംബമാണെന്നത് വളരെ നല്ല കാര്യമാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി ഇന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലോട്ടൊന്ന് വരാം അച്ഛൻ. ശരി അച്ഛാ. അച്ഛനൊന്ന് ആലോചിച്ചിട്ടൊന്ന് പറയാം അച്ഛാ. ശരി അച്ഛാ, ശരി. താങ്ക് യു അച്ഛാ.
എന്താണ്ടറിയാ കുറെ നാളായല്ലോ. പിന്നെ എന്തൊരു പുതിയ പാട്ടെങ്കിലും ഉണ്ടോ? നമ്മൾ കാണിച്ച് നമ്മൾ പാടി ഇടപാടുന്നത്. ഇപ്പൊ തുടങ്ങാല്ലേ? 1, 2, 3 start. ആയിയേ ക്രിസ്മസ് ആയിയേ കരോളാൻ പാടിയൊരു കൺസണ്ട വന്നല്ലോ. ആയിയേ ക്രിസ്മസ് ആയിയേ കരോളാൻ പാടിയൊരു കൺസണ്ട വന്നല്ലോ. ഡുംഡും ആരോ കതിങ്ങ് കൊട്ടി. ഞാനും നേട്ടി വീണ്ടും തട്ടി. ആരാ? ഞാൻ കഥക തുറക്ക്. എന്തിനു വന്നു? കരോള് പാടാൻ. അയ്യോ ഈ ശബ്ദം എനിക്കറിയാമല്ലോ. ഞാനാ ചേട്ടാ അയലിന്റെ സാന്റ. എന്റെ പൊന്നു സാന്റ ക്ലോസ് എങ്ങനെ ഇത്ര വേഗം വന്നു? ക്രിസ്മസ് ആയില്ലേ? ആഹാ. സ്റ്റാറുകൾ തൂക്കിയില്ലേ? ആഹാ. കാഴ്ചക്ക് വന്നില്ലേ? ആയിയേ ക്രിസ്മസ് ആയിയേ കരോളാൻ പാടിയൊരു കൺസണ്ട വന്നല്ലോ. ആയിയേ ക്രിസ്മസ് ആയിയേ കരോളാൻ പാടിയൊരു കൺസണ്ട വന്നല്ലോ. എന്റെ പൊന്നു ജീസസ് ക്രൈസ്റ്റ് ഇത്ര വേഗം വേളി കേട്ടു. എന്നെ പാടി ഉറക്കാനായി അടിപൊളി സാന്റ ക്ലോസ് വന്ന്. 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 തോമസ് കുട്ടി എന്തോടാ? താമസിക്കില്ലാന്ന് വന്നിരിക്കുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും കൈയും കാലും ഉണ്ടെങ്കിൽ ഉടനെ ഒന്ന് മൊബൈൽ കൊണ്ട് പോയില്ല. ഇനി നിങ്ങളുടെ പ്രദേശത്തിൽ വളർത്താം. അയ്യോ അച്ഛായ അമ്മാമേ ഇതെന്തോ വടിയും കോലുമായിട്ടൊക്കെ വലിയ മഹായുദ്ധം നടന്നുകൊണ്ടുണ്ടല്ലോ ഇവിടെ. അയ്യോ അച്ഛ അച്ഛ ഇനി അച്ഛ അച്ഛ ഞാൻ പറഞ്ഞ ആരെയും അച്ഛൻ അന്വേഷിച്ചായിരുന്നു അച്ഛ. ഞാൻ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവർക്ക് നിങ്ങളുടെ മൂത്ത മോളെ ജീനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തോ അച്ഛ? പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബ സമേതം പള്ളിയിലൊന്നും കാണാറില്ല. നിങ്ങൾ പള്ളിയിലെ ഓരോ പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ വന്ന് പങ്കെടുക്കാറില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ പള്ളിയിലൊക്കെ ഒന്ന് വന്നു തുടങ്ങണം. നിങ്ങളുടെ മക്കളെ സൺഡേ സ്കൂളും MJCസും ക്രൂസീവായ ഇന്ന പ്രവർത്തനങ്ങളൊന്ന് ചേർക്കണം. അച്ഛനും അമ്മയും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളർന്നത്. നമ്മൾ വേണ്ടവർക്ക് മാതൃകയായിട്ടാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല മംഗളമാക്കി തരും. അതുകൊണ്ട് ഇനിയൊരു അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അച്ഛൻ ശരിയാ. അച്ഛൻ പറഞ്ഞ ശരിയാ. വീട്ടിലൊക്കെ കുടുംബ പ്രാർത്ഥനയൊക്കെ നമ്മളൊന്നും ചെയ്യാറില്ല. അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊക്കെയല്ലേ ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ശരിയാ. ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ MJCസും യൂത്തും സൺഡേ സ്കൂളും എല്ലാത്തിനും വിടണം. അവരെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ പഠിപ്പിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ ഒന്ന് വിളിക്കാം. അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയാം. ഹലോ, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഓക്കെ. ഈ വീട്ടിൽ കിഴക്കെങ്ങോട്ടാണ്? ഇന്ന് കണ്ട സ്കിറ്റ് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എവിടെയോ കൊറോണയുടെ മറവിൽ നമ്മുടെ പള്ളിയെ മറന്നു. ആധ്യാത്മിക ജീവിതം ഉപേക്ഷിച്ച് നമുക്കൊന്നും നേടാനില്ല. നന്ദി.